നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വന്തമായ ഒരു ഭവനം, കടബാധ്യതകളെല്ലാം തന്നെ തീർക്കണം, അതോടൊപ്പം തന്നെ മക്കളുടെ കല്യാണം, പറഞ്ഞു വന്നാൽ അവസാനിക്കില്ല പ്രവാസികളുടെ ബാധ്യതകൾ. ഇതെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് ജീവിതത്തെ കരക്കടുപ്പിക്കാൻ അവർ കടൽ താണ്ടിയത്. അങ്ങനെ ചോരനീരാക്കി അധ്വാനിച്ചതെല്ലാം നാട്ടിലേക്ക് അയച്ചിട്ടും ദിനം പ്രതി ഉയർന്നു വരും വീണ്ടും പുതിയ ബാധ്യതകൾ. ജീവിതത്തിന്റെ നല്ല പാതി മണലാരണ്യങ്ങളിൽ കഴിച്ചു കൂടുന്നവർ അവധിക്കെത്തുമ്പോൾ രാജകീയ വരവേൽപ്പായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ കണ്ടാൽ മതി. ഉപജീവന മാർഗത്തിനായി ജീവൻ തന്നെ നൽകേണ്ടി വന്ന സുഗതനെ ആരും മറന്നിട്ടുണ്ടാകില്ല. എന്നിട്ടും ആ കുടുംബത്തോടുള്ള അധികൃതരുടെ ക്രൂരത അവസാനിക്കുന്നില്ല. 2018 ഫെബ്രുവരി 23 കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഇളമ്പൽ പൈനാപ്പിൾ ജംഗ്ഷനിൽ നിർമ്മാണത്തിലിരുന്ന വർക്ക്ഷോപ്പിൽ പ്രവാസിയായ പുനലൂർ വളക്കോട് സ്വദേശി സുഗതൻ തൂങ്ങി മരിച്ചത്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തി പുതിയ സംരംഭം തുടങ്ങുന്നതിനായി നിർമ്മിച്ച വർക്ക്ഷോപ്പിൽ പണം ആവശ്യപ്പെട്ട് CPI പ്രവർത്തകർ കൊടികുത്തിയതിനെ തുടർന്നാണ് സുഗതന് ജീവൻ ഒടുക്കേണ്ടി വന്നത്. അച്ഛന്റെ മരണത്തോടെ വർക്ക്ഷോപ്പ് എന്ന സ്വപ്നം ഉപേക്ഷിച്ചതാണ് സുഗതന്റെ മക്കളായ സുജിത്തും സുനിലും. അതോടൊപ്പം സുഗതന്റെ മരണത്തിന് ശേഷം പ്രശ്നം പരിഹരിക്കുമെന്നും ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് മക്കൾ വീണ്ടും വർക്ക്ഷോപ്പുമായി മുന്നോട്ടെത്തിയത്. ഇതിന്റെ പേരിൽ കുറെ സാമ്പത്തിക ബാധ്യതയും അപമാനവുമല്ലാതെ മറ്റൊന്നും ഈ കുടുംബത്തിന് ലഭിച്ചിട്ടുമില്ല. പ്രവർത്തിച്ചു വരുന്ന വർക്ക്ഷോപ്പിന് ലൈസൻസ് നൽകാനാവില്ലെന്നും ഉടൻ പൊളിച്ചു മാറ്റണമെന്നുമാണ് വിളക്കുടി പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ അന്ത്യശാസനം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ലൈസൻസ് ലഭിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും നടക്കാതായതോടെ 8 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഏക ഉപജീവന മാർഗം പൊളിച്ചു മാറ്റാനൊരുങ്ങുകയാണ് സുഗതന്റെ മക്കൾ. വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് മനുഷ്യത്വരഹിതമായ നടപടിയുമായി അധികൃതർ രംഗത്തെത്തിയത്. കൊറോണ കാലമാണെന്ന പരിഗണന പോലും ഇവർ നൽകുന്നില്ല. 6 മാസത്തേക്കുള്ള വസ്തുവിന്റെ കരം തുകയായ 9,700 രൂപ പഞ്ചായത്ത് ഓഫീസിൽ അടച്ച ശേഷമാണ് വൈദ്യുതിക്കാവശ്യമായ കെട്ടിട നമ്പർ പോലും നൽകിയത്. നികുതി ഇനത്തിൽ നൽകാനുള്ള 24,000-ലധികം രൂപ അടച്ച് വർക്ക്ഷോപ്പിന്റെ പ്രവർത്തനം ഉടൻ തന്നെ നിർത്തണമെന്നാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശം. ഒപ്പമുണ്ടാകുമെന്ന് കരുതിയ സർക്കാരും കൈമലർത്തിയതോടെ സുഗതന്റെ കുടുംബം തീർത്തും ദുരിതത്തിലായിരിക്കുകയാണ്. അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ മുറിവുണങ്ങും മുൻപേ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ഏക വരുമാന മാർഗമായ വർക്ക്ഷോപ്പും പൊളിച്ചു മാറ്റാനൊരുങ്ങുകയാണ് സുജിത്തും സുനിലും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.